കൊമേഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾ കേൾക്കുന്ന ആദ്യത്തെ കരിയർ ഓപ്ഷൻ ആയിരിക്കും CA എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കൊമേഴ്സ് എടുത്താൽ തന്നെ പലരും കേൾക്കുക CA ആകാൻ വേണ്ടി പറ്റുന്ന ആയിരിക്കും ഫസ്റ്റ് പറയാം. പക്ഷെ ഇന്നത്തെ കാലത്ത് CAയോടൊപ്പം തന്നെ നമ്മൾ കേട്ട് വരുന്ന വേറൊരു പേരാണ് ACC എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും തോന്നാം ACCയും CAയും രണ്ടും ഒന്നാണോ, അല്ലെങ്കിൽ ഇതിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇപ്പം ഞാൻ ഏതെടുത്ത് പഠിക്കണം? ഞാനിപ്പോൾ +2 കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഞാൻ CAക്ക് പോകണോ ACCക്ക് പോകണോ എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പോൾ CA എന്താണ് ACC എന്താണെന്നും അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് CA എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ബോഡിയുടെ അണ്ടറിലാണ് CA വർക്ക് ചെയ്യുന്നത്. പക്ഷേ ACCA എന്ന് പറയുന്ന പ്രൊഫഷൻ വർക്ക് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള, അതായത് ഇംഗ്ലണ്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ബോഡിയുടെ അണ്ടറിലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കരിയർ ഓപ്ഷൻസ് വരുന്നതും രണ്ട് രീതിയിലാണ്. ഇപ്പം നിങ്ങൾ ഇന്ത്യയിലാണ് നിങ്ങൾ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ നാട് ഇതാണ്, സോ എനിക്ക് ഇവിടെ നല്ല ജോലിയൊക്കെ ആയിട്ട് സെറ്റ് ആവണം, എൻ്റെ കരിയർ ഇവിടെ തന്നെ ബിൽഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ CA എടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇനി അതല്ല, നിങ്ങൾക്ക് എബ്രോഡൊക്കെ പോയി സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ACC ആണ് എടുത്ത് പഠിക്കുന്നത് നല്ലത്. ഇപ്പോൾ ACC എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട് ബേസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ബോഡിയാണെന്ന് പറഞ്ഞു. അത് 150-ൽ പരം രാജ്യങ്ങളിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനും കൂടിയാണ്. അപ്പം നിങ്ങൾ അതെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150-ലധികം ഓപ്ഷൻസ്, അതായത് അത്രയും രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ACC എടുത്തു കഴിഞ്ഞ് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റൂലേ, അതെടുത്ത് പഠിക്കുന്ന വെറുതെ ആവുമോ എന്നാണെങ്കിൽ അതൊരിക്കലും ആവില്ല. കാരണം ACC എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങളുടെ ആ ഒരു പ്രൊഫഷൻ്റെ നിങ്ങൾക്ക് ആ പ്രൊഫഷനെ കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുക പുറത്തുള്ള രാജ്യങ്ങളിലായിരിക്കും. കാരണം രണ്ടും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് തന്നെയാണ്. CAയും ACCയും ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് തന്നെയാണ്. ജോബ് റോള് സെയിം ആണ്. ഓക്കെ, പക്ഷേ CAക്കാരൻ്റെ പവർ എന്ന് പറയുന്നത് അത് ഇന്ത്യയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ CA എടുത്ത് പഠിച്ച ഒരാൾക്ക് അയാളുടെ പ്രൊഫഷൻ്റെ ആ പ്രൊഫഷനെ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക ഇന്ത്യയിലാണ്. ഓക്കെ, പക്ഷേ ACC പഠിച്ച് നിങ്ങൾ ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങളുടെ കരിയറിനെ അങ്ങ് യൂട്ടിലൈസ് ചെയ്യാൻ ഇന്ത്യയിൽ വലിയ സ്കോപ്പില്ല. കാരണം നിങ്ങൾക്ക് സ്കോപ്പ് വരുന്നത് ഇൻ്റർനാഷണൽ ലെവലിലാണ്. നിങ്ങളുടെ പവർ കിടക്കുന്നത് ഇൻ്റർനാഷണൽ ലെവലാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ആ 150 രാജ്യങ്ങളിലാണ്, അല്ലെങ്കിൽ അധികം രാജ്യങ്ങളിലാണ് നിങ്ങളുടെ ഒരു കരിയറിൻ്റെ അല്ലെങ്കിൽ പവർ കിടക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇന്ത്യയിൽ താമസിക്കാനാണോ അല്ലെങ്കിൽ പുറത്ത് പോയി സെറ്റിൽ ചെയ്യാനാണോ താല്പര്യം എന്ന് അത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഉള്ള കാര്യം, ജോബ് റോള് സെയിം ആണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ അറിയേണ്ടത് എക്സാംസിൻ്റെ കാര്യമാണ്. ഓക്കെ, എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടിൻ്റെയും എക്സാംസ് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടിലും CAയിലും ACCയിലും 3 ലെവൽസാണ് എക്സാമുകൾ ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ CAൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഓരോ ലെവലിലും നിങ്ങളുടെ സബ്ജക്ട്സിനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇപ്പോൾ ഒരു 2 ഗ്രൂപ്പ് ഉണ്ടെന്ന് ചിന്തിക്കാം. ഓക്കെ, 2 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ 2 ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് ചിലപ്പോൾ 5 പേപ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, 5 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഈ 5 പേപ്പേഴ്സ് ചേർന്നതിനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയാം. ഇപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ ഇതുപോലെ 5 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇപ്പം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഓരോ ഗ്രൂപ്പുകളും കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ നിങ്ങൾ ഓരോ ലെവൽസ് കംപ്ലീറ്റ് ആക്കുള്ളൂ. 3 ലെവലാണുള്ളത്. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ 1, 2, 3 ലെവൽ ഉണ്ടെന്ന് ചിന്തിക്കാം. ഓക്കെ, അതിൽ ആദ്യത്തെ ലെവലിൽ ഇപ്പോൾ 2 ഗ്രൂപ്പാണെങ്കിൽ ഈ 2 ഗ്രൂപ്പും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആദ്യത്തെ ലെവൽ കംപ്ലീറ്റ് ആവും. എന്നാലും നിങ്ങൾക്ക് രണ്ടാമത്തെ ലെവലിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് 5 സബ്ജക്ട്സ് ആണുള്ളത്. നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് എടുത്തു അല്ലേ. ഇപ്പം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ഈ 5 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വന്ന് നിങ്ങൾ ഫെയിലായി എന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 സബ്ജക്ട്സും വീണ്ടും എഴുതണം. ഓക്കെ, ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ബാക്കി എല്ലാ സബ്ജക്ട്സും കൂടെ വീണ്ടും എഴുതിയാൽ മാത്രമേ നിങ്ങൾ ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആക്കുകയുള്ളൂ CAൻ്റെ കേസിൽ വരുമ്പോൾ. ഓക്കെ, പക്ഷേ ACCൻ്റെ കേസിൽ വരുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഫെയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സബ്ജക്റ്റ് മാത്രം നിങ്ങൾക്ക് വീണ്ടും എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് മാത്രം എഴുതിയാൽ മതി, എല്ലാം തിരിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡ്യൂറേഷൻ, ഈ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ CA കംപ്ലീറ്റ് ചെയ്യാൻ ഒരു 4 മുതൽ 5 വർഷം വരെയെങ്കിലും എടുക്കും. ACC ആണെങ്കിൽ നമുക്കൊരു 2 മുതൽ 3 വർഷത്തിനുള്ളിൽ വരെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം നിങ്ങളുടെ പ്രിഫറൻസുകൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇതിലേതാണ് എടുത്ത് പഠിക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾക്ക് CA കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, ACCയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ +2 ചാനൽ, +2 കൊമേഴ്സിൻ്റെ ചാനലിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും CA എന്താണെന്ന് കുറച്ചുകൂടെ മനസ്സിലാവും, ACC എന്താണെന്നുള്ളത് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും ഇൻഫർമേഷൻസിനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലത്തെ അടുത്തടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഹാപ്പി ലേണിംഗ് ആൻഡ് കീപ് ലേണിംഗ്.